നമ്മൾ നോക്കാൻ പോകുന്നത് ചിനു അച്ചീബിൻ്റെ ഒരു ഒരു പോമാണ്. ചിനു അച്ചീബിൻ്റെ റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ചിനു അച്ചീബിൻ്റെ പോം ഈ ഒരു റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് എന്നുള്ളത് സഫറിങ്ങിനെ കുറിച്ചും ലവ് ആൻഡ് ലോസിനെ കുറിച്ചും വാറിനെ കുറിച്ചുമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് അമ്മയും ഡൈയിങ് ചൈൽഡിൻ്റെ റെഫ്യൂജി ക്യാമ്പ്. അപ്പോൾ ഒരു ഡീപ്പ് ഇമോഷൻസും ഗ്രീഫും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ചിനു അച്ചീബ് ആരാണെന്ന് നോക്കാം. ചിനു അച്ചീബ് എന്ന് പറയുന്നത് ഒരു വളരെ വളരെ എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് ചിനു അച്ചീബ് എന്ന് പറയുന്നത്. ആൻഡ് അവർ നൈജീരിയയിലാണ് ജനിച്ചത്. 2013 ഇവർ മരിച്ചത്. നോവലിസ്റ്റാണ്, പോയറ്റായിരുന്നു, പ്രൊഫസറായിരുന്നു, ക്രിട്ടിക്കായിരുന്നു. ഒരു നൈജീരിയൻ റൈറ്ററാണ്. അവരുടെ മോസ്റ്റ് ഫേമസ് നോവൽ എന്ന് പറയുന്നത് തിങ്സ് ഫോൾ എപ്പാർട്ട് എന്നാണ്. സോ നമുക്ക് ഈ പോയത്തിനകത്തുള്ള സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യമേ ഒരു ജസ്റ്റ് റഫ് സമ്മറി നോക്കാം. അപ്പോൾ ഒരു ബോണ്ട് അമ്മയും കുഞ്ഞും തമ്മിലൊരു ബോണ്ടിനെ കുറിച്ച് കമ്പയർ ചെയ്യുവാണ്. അതായത് വിർജിൻ മേരിയും ജീസസും തമ്മിലുള്ള ഒരു ബോണ്ട് വെച്ചിട്ട് ഈ അമ്മയും കുഞ്ഞിനെയും കമ്പയർ ചെയ്യുവാണ്. ആ ഒരു മെറ്റേണൽ ലവിൻ്റെ സേക്രഡ്നെസ് അല്ലെങ്കിൽ ഡിവിനിറ്റിയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം റിലീജിയസ് ഇമേജറി, അതായത് പിന്നെ ഹോപ്പും ഡിവിനിറ്റിയും മാത്രമല്ല ഇതിനകത്ത് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയുടെ ചുറ്റിനുമുള്ളത് എന്താണ്? ഇപ്പം ജീസസും മദർ മേരിയും അവിടെ ഹോപ്പും ഡിവിനിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ, പക്ഷെ ഇവിടെ ഈ അമ്മയും കുഞ്ഞും എന്താണ് ഫേസ് ചെയ്യുന്നത്? ഹാർഷ് റിയാലിറ്റി ഓഫ് ഡെത്തും ഡെസ്പെയറും ആണ് ഫേസ് ചെയ്യുന്നത്. അതായത് റെഫ്യൂജി ക്യാമ്പിലാണല്ലോ ഈ അമ്മയും കുഞ്ഞും നിൽക്കുന്നത്. അപ്പോൾ ആ സഫറിങ് ഓഫ് അതർ റെഫ്യൂജീസും ഒരുപാട് അമ്മമാർക്ക്, ക്യാമ്പിലുള്ള ഒരുപാട് അമ്മമാർക്ക് അവരുടെ മക്കളെയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സോ അവരുടെ എല്ലാം കരച്ചിലൊക്കെ കണ്ടുകൊണ്ടാണ് ഈ അമ്മയും കുഞ്ഞും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലാണ്. പക്ഷേ എന്നാലും അമ്മ എന്ത് ചെയ്യാണ്? ആ കുഞ്ഞിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡൈയിങ് ചൈൽഡാണ്. അപ്പോൾ ആ ഡൈയിങ് ചൈൽഡിൻ്റെ അടുത്തുള്ള അഫെക്ഷൻ ഒട്ടും കുറയുന്നില്ല. എൻ്റെ ഫൈനൽ ആക്ട് ഓഫ് കെയർ എന്ത് ചെയ്യാണ്? ഷീ ജെന്റ്ലി കോംസ് ഹിസ് ഹെയർ. അതായത് ആ ആൺകുട്ടിയുടെ ആ ആൺകുഞ്ഞിൻ്റെ തലമുടി എന്താണ് കോംബ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു ലവിൻ്റെ ഇതാണ് കാണിക്കുന്നതിനകത്ത്. അമ്മയുടെ ലവാണ്, മെറ്റേണൽ ലവിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അഫെക്ഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ആൻഡ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് ഡെത്ത്, ആ കുഞ്ഞ് മരിക്കാറാവുമ്പോഴും എന്താണ് അമ്മ തല തടവി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അതൊരു സോറഫുൾ നോട്ടിലാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. റീഡറിന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈൽഡ് സർവൈവ് ചെയ്യത്തില്ല. സോ ആ അമ്മയുടെ ലവ് കുറച്ചും കൂടി ട്രാജിക് ആയിട്ടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റാൻസ ബൈ സ്റ്റാൻസ എക്സ്പ്ലനേഷൻ നോക്കാം. ഒരു സിംഗിൾ സ്റ്റാൻസിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ബ്രേക്ക് ചെയ്ത് നമുക്ക് മീനിങ് സെക്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പോം ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫേമസ് റിലീജിയസ് ഇമേജിനെ വെച്ചിട്ടാണ്. അതായത് മഡോണയും ചൈൽഡും ആൻഡ് റെഫ്യൂജി മദർ ആൻഡ് ചൈൽഡ് ഇത് വെച്ചിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. മഡോണ ആൻഡ് ചൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദർ മേരി ആൻഡ് ജീസസ് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ലവ്, പ്യൂരിറ്റി ആൻഡ് ഹോപ്പാണ് മഡോണയും ചൈൽഡും കാണിച്ചിരിക്കുന്നത്. റെഫ്യൂജിയുടെ അമ്മയ്ക്കും എന്ത് തന്നെയാണ്? സഫറിങ്ങും അതിൻ്റെ ചുറ്റിനും ലോസും ഡെത്തും ഒക്കെയാണ്. പക്ഷേ എന്നാലും അമ്മയ്ക്ക് മടിയിലിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്ത് മെറ്റേണൽ ലവും ഉണ്ട്. പിന്നെന്താണ്? ആ കുഞ്ഞ് മരിക്കാൻ പോവുകയാണെന്ന് നമുക്ക് ആ ഫസ്റ്റ് 3 ലൈൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ഡെത്തിൻ്റെ ആ ഒരു ഷാഡോ നേച്ചർ. അപ്പോൾ ആ ഒരു റെഫ്യൂജി സിറ്റുവേഷനിലെ ആ ഒരു റെഫ്യൂജി ക്യാമ്പിലെ ട്രാജിക് റിയാലിറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അടുത്തതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫ്യൂജി ക്യാമ്പിൻ്റെ കണ്ടീഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. അതായത് ഡയറിയയുടെ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ അൺഹൈജീനിക് ആണ്, വളരെ വൃത്തിയില്ലാത്ത സ്ഥലമാണ് ആ റെഫ്യൂജി ക്യാമ്പ് എന്നാണ് പറയുന്നത്. പിന്നെന്താണ്? കുട്ടികളെന്ന് പറയുന്നത് മാൽനറിഷ്ഡ് ആണ്, അതായത് മാൽന്യൂട്രീഷൻഡ് ആണ്. അതായത് കുട്ടികൾക്ക് ആവശ്യമുള്ള ഫുഡൊന്നും കിട്ടാത്തത് കൊണ്ട് അവരുടെ റിബ്സ്, അതായത് വാരിയലൊക്കെ തെളിഞ്ഞ് കാണാം. എംറ്റി ബെല്ലീസ് ആണെന്നാണ് പറയുന്നത്. അതായത് അവരെല്ലാം സ്റ്റാർവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, വിശന്നുകൊണ്ടിരിക്കുവാണ് കുഞ്ഞുങ്ങളെല്ലാം. അപ്പോൾ വളരെ ഹാർഷ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജിലാണ് ആ സിറ്റുവേഷൻ്റെ വളരെ പത്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൊറർ ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ച് പറയുന്നത്, ഹൊറിഫിക് ആയിട്ടുള്ള. പിന്നെ ലേബേർഡ് സ്റ്റെപ്സ് എന്നാണ് കുട്ടികളുടെ സ്റ്റെപ്പിനെ അല്ലെങ്കിൽ നടക്കുന്നതിനെ ലേബേർഡ് സ്റ്റെപ്സ് എന്നാണ് പറയുന്നത്. അതായത് വളരെ പരിശ്രമിച്ചാണ് അവർ ഓരോ സ്റ്റെപ്പും നടക്കുന്നതെന്ന് വെച്ചാൽ അവർ അത്രയ്ക്ക് വീക്ക് ആൻഡ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുവാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ആ ക്യാമ്പിലുള്ള അമ്മമാരുടെ ആ ഒരു ഇമോഷണൽ നമ്പിനെസ്സിനെ കുറിച്ചാണ്. അതായത് അവർ ഇമോഷണലി ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ടിരിക്കുവാണ്. അമ്മമാരെല്ലാം ഇൻഡിഫറൻ്റ് ആയിട്ടിരിക്കുവാണ്. കാരണം അവർക്ക് മരണമാണ്, അവരുടെ കുഞ്ഞുങ്ങളുടെ മരണവും ചുറ്റിനുമുള്ള ആളുകളുടെ മരണമാണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നമ്പ് ചെയ്ത് അവർക്ക് ആ ഗ്രീഫൊന്നും, അവർക്ക് പെയിൻ ഒന്നും ഇപ്പോൾ തോന്നുന്നതേ ഇല്ല. അപ്പം നമ്മുടെ മദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ കുട്ടിയെ വിട്ടുപോകുക, ആ കുട്ടി മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഓക്കെ. ആൻഡ് അതിനകത്ത് ഗോസ്റ്റ് സ്മൈൽ ബിറ്റ്വീൻ ഹെർ ടീത്ത് എന്ന് പറഞ്ഞൊരു പവർഫുൾ മെറ്റഫർ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അവളുടെ ആ അമ്മയുടെ സ്മൈൽ എന്ന് പറയുന്നത് ഗോസ്റ്റ് സ്മൈലാണ്. അതായത് വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള സ്മൈലാണ്, വളരെ ഫ്രജൈലാണ്. അപ്പോൾ അമ്മ ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പോലും സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുവാണ്. പക്ഷേ എന്നാലും അമ്മയുടെ മനസ്സെന്താണ്? ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് ഇരിക്കുവാണ്. ആൻഡ് ഡെസ്പൈറ്റ് നോയിങ് ദാറ്റ് ഹെർ ചൈൽഡ് ഇസ് ഡൈങ്, അമ്മ ഇപ്പോഴും എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു മദറിൻ്റെ പ്രൈഡിൽ ഇങ്ങനെ നിൽക്കുവാണ്. ആൻഡ് ആ കുട്ടിക്ക് മാൽന്യൂട്രീഷനാണെന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഹെയർ എന്ന് പറയുന്നത് തുരുമ്പിച്ച കളറാണ്, റസ്റ്റിൻ്റെ കളറാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഹെയറിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ കുഞ്ഞ് അത്രയും
എന്താ പറയുക, വല്ലാത്തൊരു പതറ്റിക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പിന്നെന്താണ്, ആ അമ്മ കുഞ്ഞിനെ എന്ത് ചെയ്യാണ്, പാടി കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ആ അമ്മ കുഞ്ഞിൻ്റെ ഹെയർ കോംബ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു ഫൈനൽ ടെൻഡർ മൊമെൻ്റ് ഓഫ് കെയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ പോയം എൻഡ് ചെയ്യുന്നത് വിത്തൗട്ട് എന്താണ്, ഒരു വോറിനെ സഫറിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടാണ്. അതായത് ആ അമ്മയുടെ ആക്ട്, ആ അമ്മയുടെ മെറ്റേണൽ ലവിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് എൻഡ് ചെയ്ത് പറഞ്ഞു പോകുന്നത്. നമുക്കിതിൻ്റെ അനാലിസിസ് നോക്കാം. അനാലിസിസിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ വളരെ ഡീപ്ലി മൂവിങ് ആയിട്ടുള്ളൊരു പോമാണ്. സഫറിങ്ങിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും ഫ്രീ വേഴ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫ്രീ വേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് മീറ്ററും റൈമും ഋതമോ ഒന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് എഴുതി പോയേക്കുവാണ്. സോ ഇമോഷൻസ് എല്ലാം വളരെ നാച്ചുറൽ ആയിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ടോൺ എന്ന് പറയുന്നത് എന്താണ്, പോയതിൻ്റെ വളരെ മെലങ്കോളിക് അല്ലെങ്കിൽ സാഡാണ്, സോറോഫുൾ ആണ്. അതിൻ്റെ മൂഡെന്ന് പറയുന്നത് സാഡ് ആയിട്ടുള്ളൊരു മൂഡാണ് അല്ലേ. അമ്മയുടെ ലവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ട്, റെഫ്യൂജി ക്യാമ്പിൻ്റെ ഇമേജസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള അമ്മമാർ ക്യാമ്പിലുള്ളവരൊന്നും ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ മരണത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട്. ബിക്കോസ് എന്താണ്, ആ വോറും അവർ അതുവഴി ഉണ്ടാകുന്ന ആ ഒരു ഫുഡിൻ്റെ ക്ഷാമവും അല്ലെങ്കിൽ ഫാമിനും ഒക്കെ കൊണ്ട് ഇവർ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ബാക്കിയുള്ള അമ്മമാരെല്ലാം ഇരിക്കുവാണ്. പിന്നെ മഡോണയുടെയും ചൈൽഡിനെയും ആ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. മഡോണയും ചൈൽഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഡിവൈൻ മദർഹുഡിനെയാണ് കാണിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ റെഫ്യൂജി ക്യാമ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ഒരു ട്രാജിക് ആയിട്ടൊരു റിയാലിറ്റിയാണ് അല്ലേ. പിന്നെന്താണ്, ആ അമ്മ കുഞ്ഞിൻ്റെ മുടി കോംബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്, ആ അമ്മയ്ക്ക് കുഞ്ഞിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. ആ ഒരു ലാസ്റ്റ് പോയിന്റിലും എന്താണ്, ആ കുഞ്ഞിനെ അമ്മ കെയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ റെഫ്യൂജീസിൻ്റെ ഹെൽപ്ലെസ്നെസ്സിനെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. ഒരമ്മയുടെ ലവ് ആൻഡ് സാക്രിഫൈസ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അമ്മയുടെ ഡിവോഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സഫറിങ്ങിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് അവിടെയുള്ള ആളുകൾക്ക് വിശപ്പുണ്ട്, ഡിസീസ് ഉണ്ട് അല്ലേ, ഡയറിയ ഉണ്ട്, കൗണ്ട്ലെസ് ഡെത്താണുള്ളത്. പിന്നെ ആ അമ്മയുടെ പെയിനാണ് ഇതിനകത്ത് സെൻട്രൽ ഫോക്കസ് എന്ന് പറയുന്നത്. വോറിനെ കുറിച്ചും പറയുന്നുണ്ട്. ആ ഒരു പൊളിറ്റിക്കൽ, ആ വോർ സംഭവിച്ചുകൊണ്ടാവണമല്ലോ ആളുകളെല്ലാം റെഫ്യൂജി ക്യാമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് ലവ് ആൻഡ് ഹെൽപ്ലെസ്നെസ്സിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റും കാണിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഒരുപാട് അഫെക്ഷൻ ഉണ്ട്, പക്ഷെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഷീ ഈസ് ഹെൽപ്ലെസ് ആണ്, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. സബ്ജക്റ്റ് ഓഫ് ദ പോം എന്ന് വെച്ചാൽ മദേഴ്സ് ലവ് ഫോർ ഹർ ഡൈയിങ് ചൈൽഡ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇമേജറി എന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജസ് എന്ന് പറയുമ്പോൾ മഡോണ ആൻഡ് ചൈൽഡിനെ കുറിച്ച് പറയണം. അമ്മ കുഞ്ഞിൻ്റെ ഹെയർ കോംബ് ചെയ്യുന്നത് കാര്യമൊക്കെ പറയണം. ഓക്കെ. പിന്നെ മഡോണ ആൻഡ് ചൈൽഡ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ മെറ്റേണൽ ലവിനെ കമ്പയർ ചെയ്യുവാണ്, വളരെ ഒരു ഡിവൈൻ ആയിട്ടുള്ളൊരു കാര്യമാണെന്നും പറഞ്ഞു. പിന്നെ അമ്മയുടെ ആ ഒരു ഫൈനൽ ആക്ട് എന്ന് വെച്ചാൽ മകൻ്റെ ആ തലമുടി ചീവി കൊടുക്കുന്നത്, ആ ഒരു ലവിനെയും കെയറിനെയും ഡെത്ത് വന്നിട്ട് പോലും ആ റെഫ്യൂസലാണ് കാണിക്കുന്നത്. അമ്മ കുഞ്ഞിനെ വിടാൻ തയ്യാറല്ല എന്നുള്ളത്. പിന്നെ ടോൺ ഓഫ് ദ പോം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ അടുത്ത വർക്ക് ദ പൈ ആൻഡ് ദ ടാർട്ട്, അതൊരു 1 ആക്ട് പ്ലേ ആണ് ബൈ ഹഗ് ചെസ്റ്റർമാൻ ആണ്. അപ്പോൾ ദ പൈ ആൻഡ് ടാർട്ട് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു കോമഡിയാണ്, 1 ആക്ട് കോമഡി പ്ലേ ആണ്. 2 പൂവർ ഹംഗ്രി വാഗബോൺസ്, അതായത് തെരുവിലൊക്കെ അലഞ്ഞിരിക്കുന്ന 2 ആളുകളുടെ ഭയങ്കര പൂറായിട്ടുള്ള ഹംഗ്രി ആയിട്ടുള്ള പിയറി ആൻഡ് ജീനിൻ്റെ കഥയാണ് പറയുന്നത്. പ്ലേ ആണ് ഈ ഒരു കഥ ഇത് പറയുന്നത്. ഓക്കെ. ആൻഡ് അവരൊരു ക്ലവർ സ്കീം ഇങ്ങനെ ഡിവൈസ് ചെയ്യുവാണ്. അവർക്ക് പേസ്ട്രി ഷോപ്പിൽ നിന്ന് ഫ്രീ ഫുഡ് കിട്ടാൻ വേണ്ടി അവരെന്തോ പ്ലാൻ ചെയ്തിരിക്കുവാണ്. സോ ആ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷനെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്, ഈ പ്ലേ കാണിക്കുന്നത്. പ്ലേ ഫ്രാൻസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 2 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും കഴിക്കണം. പിയറിയാണ് വളരെ സ്മാർട്ടർ. അവനാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പേസ്ട്രി ഷോപ്പ് ഓണറിൻ്റെ വൈഫിനെ, അതായത് മെരിയോൺ എന്നാണ് ആ വൈഫിൻ്റെ പേര്, മെരിയോണിനെ ഒരു കണ്ണിങ് പ്ലാൻ വെച്ച് ട്രിക്ക് ചെയ്യാൻ പോവുകയാണ്. പേസ്ട്രി ഷോപ്പ് ഓണറിൻ്റെ പേര് ഗോൾട്ടിയർ എന്നാണ്. അപ്പോൾ അവർക്ക് ഫ്രീ ഫുഡ് കിട്ടണം എങ്ങനെയെങ്കിലും ബേക്കറിയിൽ നിന്ന്, കാരണം പൈസ ഇല്ല മേടിക്കാൻ. സോ അതിനുള്ള പ്ലാനുമായിട്ടാണ് പിയറിയും മറ്റേ ഫ്രണ്ടും കൂടെ പോകുന്നത്. പിയറി ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് മെരിയോണിനെയാണ്. ആൻഡ് പ്രിറ്റൻസ് ദാറ്റ് ഹസ്ബൻഡ് എന്താണ് പൈ മേടിക്കാൻ പോയിരിക്കുന്നു എന്ന് എന്താണ് പിയറി ഇങ്ങനെ പറയുവാണ് വൈഫിൻ്റെ അടുത്ത്. ആൻഡ് ഹി ഓൾസോ കൺവിൻസ് ദാറ്റ് എന്താണ് ഈ ഹസ്ബൻഡ്, അതായത് ഗോൾട്ടിയർ എന്ന് പറഞ്ഞ ആൾ, പേസ്ട്രി ഷോപ്പിൻ്റെ ഓണർ, ഒരു മീറ്റിങ്ങിലാണെന്നും പൈ അർജൻറ്റായിട്ട് വേണമെന്നും പറയുവാണ്. അപ്പോൾ പൈ വേണമെന്ന് പറഞ്ഞു വിട്ടത് ഇവരുടെ 2 അടുത്താണെന്നാണ് വൈഫിൻ്റെ അടുത്ത് പോയി പറയുന്നത്. ആൻഡ് ഷി ബിലീവ്സും എന്താണ് പൈ ഇങ്ങനെ കൊടുക്കുവാണ്, പൈ. പിയറിയും ജീനിയും ക്വിക്ലി എന്ത് ചെയ്യണം, അത് കഴിക്കുവാണ്. ലേറ്റർ ഗോൾട്ടിയർ എന്താണ് ഈ മിസ്സിംഗ് പൈയെ കുറിച്ച് ചോദിക്കുമ്പോൾ വൈഫിനെ വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. സോ ടു മേക്കപ്പ് ഫോർ ഇറ്റ് എന്താണ് അയാൾക്ക് വേണ്ടി ഒരു ടാർട്ട് പ്രിപ്പയർ ചെയ്യുവാണ്, അതായത് പേസ്ട്രി പോലൊരു കാര്യം. ദിസ് ടൈം എന്താണ് ജീനാണ് മറിയൻ്റെ അടുത്ത് പോകുന്നത്. ഇതേ സെയിം ട്രിക്ക് പ്ലേ ചെയ്യും. പ്രിറ്റൻഡിങ് എന്താണ് ഗോൾട്ടിയർ ടാർട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഇയാളുടെ അടുത്ത് പറഞ്ഞു വിട്ടുവെന്ന്. മറിയൻ വീണ്ടും ബിലീവ് ചെയ്യും, ലൈ ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ഓവർ. ഗോൾട്ടിയർ വീണ്ടും റിട്ടേൺ ചെയ്യും. ആൻഡ് അനദർ പേസ്ട്രി മിസ്സിംഗ് ആയല്ലോ, പേസ്ട്രി എന്ത് ചെയ്യുന്നു ചോദിക്കും. അങ്ങനെ പിയറിയും ജീനും
മേറിയനെ തേർഡ് ടൈം ട്രിക്ക് ചെയ്യാൻ പോകുമ്പോൾ അവൾക്ക് ഈ ഒരു കള്ളത്തരം മനസ്സിലാവും. ഷീ ചേസസ് ദം അവേ. അതാണ് ഒരു ഹ്യൂമറസ് കൺക്ലൂഷനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ ദ പൈ ആൻഡ് ആർട്ട് എന്ന് പറയുന്ന കോമഡി ഓഫ് എറേഴ്സ് എന്നുള്ളൊരു പ്ലേയുടെ ഒരു ജോണർ ഉണ്ട്. അതിൻ്റെ ഒരു ബ്രില്യൻറ്റ് എക്സാമ്പിളാണ്. അതായത് വിറ്റും ഡിസെപ്ഷനും, അതായത് പറ്റിക്കലും ബിട്രയലും അത് വെച്ചിട്ടുള്ളതാണ് കോമഡി ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. ഹ്യൂമർ എന്ന് വെച്ചാൽ ഇവിടെ റിപ്പീറ്റഡ് ട്രിക്സ് വഴിയാണ് ഹ്യൂമർ ഇവിടെ പ്ലേ ആവുന്നത്, അല്ലെ? ഒരേ ട്രിക്ക് തന്നെ 3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്ലേയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഡയലോഗ്സ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. അപ്പോൾ ഹ്യൂമർ എലമെന്റ്സ് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് തോന്നും. പിന്നെ ഹ്യൂമൻ ഗള്ളിബിലിറ്റി, അതായത് ഹ്യൂമൻ ബീങ്സിനെ പെട്ടെന്ന് പറ്റിക്കുക എന്നുള്ള കാര്യമാണ്, ട്രിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 2 പ്രാവശ്യം പറ്റിക്കുമല്ലേ ആ റെസ്പോൺസിബിൾ സ്ത്രീയെ, അല്ലേ? വിത്തൗട്ട് ക്വസ്റ്റനിങ് ദം അവൾ എന്താണ് ചെയ്യുന്നത്? വിശ്വസിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്ന ഫുഡ്. പിന്നെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺട്രാസ്റ്റ്. പിയറി വളരെ ക്ലെവർ ആൻഡ് മാനിപ്പുലേറ്റീവ് ആണ്. ജീൻ എന്ന് പറയുന്നത് ശരിക്കും പിയറിയെ ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു വ്യക്തി മാത്രമാണ്. ആൻഡ് ദെൻ ക്യാരക്ടർ സ്കെച്ച് നോക്കുവാണെങ്കിൽ പിയറി ക്ലെവർ, സ്ട്രീറ്റ് സ്മാർട്ടാണ്. മരിയോണെ ട്രിക്ക് ചെയ്യണമെന്നുള്ള പ്ലാനുമായിട്ട് വരുന്നത് പിയറിയാണ്. മരിയോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ പേസ്ട്രി ഷോപ്പിന്റെ വൈഫ്. ഓക്കെ, ക്വിക്ക് വിറ്റഡ് ആണ്, കോൺഫിഡന്റ് ആണ്, എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ പറ്റും, ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരു മീൽ കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ആൻഡ് ഇയാളൊരു ട്രിക്സ്റ്റർ ആണ്, ട്രിക്സ് ഒക്കെ ഇങ്ങനെ കാണിച്ചാണ് ജീവിക്കുന്നത്. ജീൻ എന്ന് പറയുന്നൊരു സിമ്പിൾ മൈൻഡഡ് സ്ലൈറ്റ്ലി ഫൂളിഷ് ക്യാരക്ടറാണ്. അത്ര ഇന്റലിജന്റ് അല്ല പിയറിയുടെ അത്രയും, പക്ഷെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പിയറിയുടെ പ്ലാൻസിലെല്ലാം. അയാൾ ഈറ്റ് ചെയ്യാൻ ഭയങ്കര ഫുഡൊക്കെ ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. മാരിയോൺ എന്ന് പറയുന്നത് നമ്മുടെ പേസ്ട്രി ഷോപ്പ് ഓണറിന്റെ വൈഫാണ്, ഗോൾട്ടിയറിന്റെ വൈഫാണ്. ഹാർഡ് വർക്കിംഗ് ആണ്, ട്രസ്റ്റിംഗ് ആണ്, പക്ഷേ വൾണറബിൾ ആണ്. സെയിം ട്രിക്ക് ട്വൈസ് പ്ലേ ചെയ്തിട്ടും അവർ ആ ഇന്നസെൻസ് കൊണ്ട് സസ്പീഷൻ ഇല്ലാത്തതുകൊണ്ടും സംശയം ഇല്ലാത്തതുകൊണ്ടും വീണ് പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഗോൾട്ടിയർ എന്ന് പറഞ്ഞ പേസ്ട്രി ഷോപ്പ് ഓണറാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്, ഒരു ബിസിനസ് മൈൻഡഡ് ആണ്, റെസ്പോൺസിബിൾ ആണ്, വർക്കിൽ ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുഡ് മിസ്സിംഗ് ആയപ്പോൾ ഇയാൾ ദേഷ്യപ്പെടുന്നുണ്ട്, ഷോർട്ട് ടെമ്പേർഡ് ആണ്, ഒരു അതോറിറ്റേറിയൻ ഫിഗർ ആണ്. തീംസ് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഹങ്കറിനെ കുറിച്ചും സർവൈവലിനെ കുറിച്ചുമാണ് ഇതിനകത്ത് പറയുന്നത്. ആ ഒരു പുവർ ആളുകളുടെ, ആ ഒരു ഫ്രാൻസിലുള്ള ആളുകളുടെ, ആ ഒരു സ്ട്രീറ്റിൽ താമസിക്കുന്ന ആളുകളുടെ സിറ്റുവേഷനാണ് പറയുന്നത്. പക്ഷേ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ഇവർ സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ പറ്റിച്ചുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്, അല്ലേ? മെറിയോണിനെ 2 പ്രാവശ്യം ഫൂൾ ചെയ്തുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത്. മെറിയോൺ എന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിയറിയും ജീനെയും ക്വസ്റ്റ്യൻ ചെയ്യാതെ എപ്പോഴേ അങ്ങ് ഫുഡ് എടുത്ത് കൊടുക്കുവാണ്, അല്ലേ? ആൻഡ് അപ്പോൾ പിന്നെന്താണ് ലാസ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ മെറിയോൺ അവസാനമാണ് ഈ ട്രിക്ക് മനസ്സിലാക്കുന്നതും അവരെ ഓടിച്ചു വിടുന്നത്. അപ്പം എത്ര പറ്റിച്ചാലും നോ മാറ്റർ ഹൗ ക്ലവർ, എത്ര ബുദ്ധിയുള്ള ആളാണെന്ന് പറഞ്ഞാലും എന്തായാലും ആളുകളുടെ ട്രാപ്പിൽ വീണ് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ലാസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ റോങ് ഡൂവേഴ്സിന് എപ്പോഴൊക്കെയായാലും ഒരു പണിഷ്മെന്റ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഈ ഹഗ് ചെസ്റ്റർമാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളൊരു ബ്രിട്ടീഷ് റൈറ്ററും പോയറ്റും ആൻഡ് എഡിറ്ററാണ്. ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലൊക്കെയാണ് ഇയാളുടെ കോൺട്രിബ്യൂഷൻസ് ഒരുപാടുള്ളത്. ഹ്യൂമറസ് പ്ലേസ് ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെന്താണ്, ഇയാളുടെ ഈ ദ പൈ ആൻഡ് ദ ടാർട്ട് എന്ന് പറയുന്ന വൺ ഓഫ് ഹിസ് ബെസ്റ്റ് നോൺ വർക്ക്സ് ആണ് കേട്ടോ. പിന്നെ ക്ലവർ ആയിട്ടുള്ള തീംസും ഐറണി, അതായത് ട്രിക്കറി, സർവൈവൽ, ഇതൊക്കെയാണ് ഇതിനകത്ത് തീംസ് ആയിട്ട് ഇയാളുടെ വർക്കിനകത്ത് വരുന്നത്.